ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്കിന്ന് ലേണിംഗ് റിസോഴ്സസിനെ പറ്റി പഠിക്കാം. ലേണിംഗ് റിസോഴ്സസിൽ ലൈബ്രറി വരും, ലാബറട്ടറി വരും, ഫീൽഡ് ട്രിപ്പ് വരും, അതേപോലെ തന്നെ ജേർണൽസ് വരും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫീൽഡ് ട്രിപ്പിനെ പറ്റിയാണ്. അതെങ്ങനെ അറേഞ്ച് ചെയ്യാം, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒരു സയൻസ് ടീച്ചർ എന്ന നല്ല നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫീൽഡ് ട്രിപ്പ് എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. Field trip is an educational procedure by which the learners obtain first-hand information by observing places, objects, phenomena and processes in their natural setting. നാച്ചുറൽ സെറ്റിങ്സിൽ തന്നെ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനോമിന ഒബ്സർവ് ചെയ്ത് ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് കിട്ടുന്ന ഒരു രീതിയാണ് ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫീൽഡ് ട്രിപ്പിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. What are the purposes of field trip? To provide real-life situation for first-hand information, then to supplement the classroom instruction. ക്ലാസ്-റൂമിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഫിനോമിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അവർക്കെന്നാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ഹാൻഡ് നോളജ് കിട്ടാനുള്ള ഒരു വേ ആയിട്ട് നമുക്ക് ഫീൽഡ് ട്രിപ്പിനെ ഉപയോഗപ്പെടുത്താം. Then to serve as a preview of the lesson and gather instructional material, to verify previous information, ക്ലാസ് ഡിസ്കഷൻ ആൻഡ് ടു കൺക്ലൂഡ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. ചിലപ്പോൾ ക്ലാസ്സിൽ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ടായിരിക്കും അത് കാണുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് അതിനെ തിയറി ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ ഇത് അത് വേ അറൗണ്ട് ആയിരിക്കും. ആദ്യം നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു, കുറച്ച് ഇൻഫർമേഷൻ ക്ലാസ്സിൽ കിട്ടി, പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് പോകുന്നു. Then to create situational teaching for cultivating observation, keenness and discovery, to serve as a means to develop positive attitude, values and specific skills. ഇതെല്ലാം പേർപ്പസിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് സൈഡിൽ ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് ഫീൽഡ് ട്രിപ്പ് ആസ് എ ടീച്ചിങ് മെത്തഡോളജിയിൽ വരുന്ന ഒന്നാണ്, അത് ടീച്ചിങ് റിസോഴ്സിൽ വന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് ഫീൽഡ് ട്രിപ്പിനെ ഒരു ടീച്ചിങ് മെത്തഡോളജി ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിൻ്റെ ഗൈഡ് ലൈൻസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. The field trip must be planned to meet specific educational objectives rather than merely a picnic activity. ഇതൊരു പിക്നിക് ആക്ടിവിറ്റി അല്ല, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫീൽഡ് ട്രിപ്പ്. പ്ലാൻ ഫീൽഡ് ട്രിപ്പ് വിത്ത് എ സ്പെസിഫിക് ചെക്ക് ലിസ്റ്റ്, പെർമിഷൻ, ട്രാൻസ്പോർട്ട്, ബുക്കിംഗ്, ബോർഡിംഗ്, പേരൻ്റൽ നോട്ടിഫിക്കേഷൻ, സേഫ്റ്റി, എമർജൻസി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ട് വേണം നമുക്കൊരു ഫീൽഡ് ട്രിപ്പ്. അതിന് എവിടെ നിന്നൊക്കെ അതോറിറ്റിയിൽ നിന്നുള്ള പെർമിഷൻ മേടിക്കേണ്ടി വരും, കുട്ടികളെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ പേരൻസിൻ്റെ കൺസെൻറ്റ് വേണം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് എന്നുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യണം, പോയ അവിടെ ഫീൽഡിൽ താമസിക്കേണ്ടി വന്നാൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ചെയ്യാനായിട്ടുണ്ട്. Then plan a schedule or route plan for the field trip. Identify leaders and sub-leaders. നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അതിൽ നമ്മൾ ഫീൽഡ് ട്രിപ്പിന് വേണ്ടി തന്നെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കും. ഒരു ലീഡറിൻ്റെ കീഴിൽ ചിലപ്പോൾ 10 കുട്ടികളുണ്ടാവും. അവരുടെ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യേണ്ടത് ആരാണ്? ഈ ലീഡറായിരിക്കും. അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾ. ഓരോരുത്തർക്കും അവരവരുടെ റോള് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്തും കൊടുക്കണം. Then have a list of all the candidates, contact numbers of the people to be contacted in case of emergency and special needs. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആരൊക്കെയാണ് നമ്മുടെ കൂടെ പോകുന്നത്, നമ്മളൊരു സയൻസ് ടീച്ചറാണെങ്കിൽ എല്ലാ കുട്ടികളുടെയും കോൺടാക്ട് നമ്പേഴ്സ്, അതേപോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉണ്ടോ, എന്തെങ്കിലും അവർക്ക് ഡിസീസസ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും മെഡിസിൻ കൂടെ കരുതണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നാൽ ഏത് തരത്തിലുള്ള മെഡിസിനാണ് അവർ യൂസ് ചെയ്യാറ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയണം. സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ ഫീൽഡ് വിസിറ്റ് ആൻഡ് അനലൈസ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫീൽഡ് വിസിറ്റിനെ പറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും അത് അനലൈസ് ചെയ്യും വേണം, എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു, അതെല്ലാ കാര്യങ്ങളും വേണം. ഇതെല്ലാം അതിൻ്റെ ഗൈഡ് ലൈൻസിൽ വരുന്നത്. അടുത്ത സ്ലൈഡ് നോക്കാം. പോയിൻറ്റ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എ ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പോയിൻറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡെവലപ്പ് എ പ്ലാൻ ഫോർ ലേണിംഗ് ഫ്രം ദ ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന് അനുസരിച്ചിരിക്കും അതല്ലേ. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണോ അതോ ഒരു ഫാമിലാണോ, അത് ഏത് സ്ഥലത്താണോ പോകുന്നത് അതനുസരിച്ച് മെത്തഡോളജി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. വാട്ട് വിൽ ബി ലേൺഡ്, എന്താണ് അവിടെ നിന്ന് പഠിച്ചെടുക്കാനുള്ളത്. വാട്ട് ടീച്ചിങ് മെത്തേഡ് വിൽ ബി യൂസ്ഡ്, അവിടെ ഒബ്സർവ് ചെയ്യുകയാണോ നോട്ട് ചെയ്യുകയാണോ, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അത് നോക്കി പഠിക്കുകയും നമ്മളും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കുകയാണോ, അങ്ങനത്തെ ഏത് ടീച്ചിങ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്.
ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ഫീൽഡ് ട്രിപ്സ്. ആ കുട്ടികളുടെ ലേണിംഗ് ഒബ്ജക്റ്റീവിന് പറ്റിയിട്ടുള്ള ഒരു ഫീൽഡ് ട്രിപ്പ് ആയിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. ലുക്ക് ഫോർ ദ പ്ലേസസ് ദാറ്റ് മാച്ച് ലേണിംഗ്, ഇറ്റ് റെലവൻസ്, അഫോർഡബിലിറ്റി ആൻഡ് ഫീസിബിലിറ്റി. ഇതെല്ലാം അഫോർഡബിലിറ്റി ഫീസിബിലിറ്റി അനുസരിച്ച് അവരുടെ ടോപ്പിക്കിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം ഫീൽഡ് ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. പ്ലേസസ് ഓഫ് വിസിറ്റ് കുഡ് ബി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് ആവാം, അല്ലെങ്കിൽ സൂ ആവാം. അതെല്ലാം കുട്ടികളുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം ഫീൽഡ് ട്രിപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, കോൺടാക്ട് വിത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. നമ്മൾ എവിടെ പോകുന്നു അവിടുത്തെയുള്ള അതോറിറ്റി ആയിട്ടും, അതേപോലെ തന്നെ നമ്മളൊരു സ്കൂളിൽ നിന്ന് പോകുകയാണെങ്കിൽ സ്കൂളിലെ അതോറിറ്റി ആയിട്ടും നമുക്ക് കോൺടാക്റ്റ് ചെയ്യുക, അവർക്ക് അവരുടെ പെർമിഷൻ എടുക്കുകയും വേണം. ഒബ്റ്റെയിൻ റിട്ടൺ പെർമിഷൻ ഫ്രം ദ റെലവൻറ്റ് അതോറിറ്റീസ്. ഫീ, ചാർജസ്, ഗൈഡ് ഫോർ ദ വിസിറ്റ് ആൻഡ് സ്റ്റേറ്റ് വിസിറ്റ് ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയെല്ലാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഗൈഡിൻ്റെ ആവശ്യമുണ്ട്, അതിനുള്ള ഫീ എന്താണ്, അല്ലെങ്കിൽ എൻട്രി ഫീ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിനുള്ള പെർമിഷനും എടുത്തു വയ്ക്കണം. ഫിക്സ് ദ വിസിറ്റ് ഡേറ്റ്സ് വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദ ടൈം ടേബിൾ. അതേപോലെ തന്നെ വിസിറ്റ് പെട്ടെന്ന് നമ്മൾ അടുത്ത ആഴ്ച ഫീൽഡ് ട്രിപ്പ് പോകുമല്ലേ, ഫീൽഡ് ട്രിപ്പ് പോകുകയാണെങ്കിൽ നേരത്തെ ഒരു തീയതി തീരുമാനിച്ച് അതനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്ത് വേണം അത് പോകാൻ. And then arrange transportation. Arrange bus or van or car according to the number of students. ചിലപ്പോൾ ദൂരേക്കാണെങ്കിൽ ട്രെയിൻ ആയിരിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ അത് അനുസരിച്ച് നമ്മൾ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യുക. ഫിക്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ ടൈം ഫോർ ദ ഡിപ്പാർച്ചർ ഫ്രം ദ കോളേജ് ഓർ ദ സ്റ്റാർട്ട് പോയിൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ദ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഒരു ഫിക്സ്ഡ് ടൈമിലായിരിക്കണം നമ്മൾ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കുട്ടികളെ വെൽ ഇൻ അഡ്വാൻസ് നമ്മൾ അറിയിക്കണം. അതേപോലെ തന്നെ സ്കൂളിലെ അതോറിറ്റിയെ അത് അറിയിച്ചിരിക്കണം. ഈ പിക്ചറിൽ കാണിക്കുന്ന പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ദ ബസ്സിൽ കുട്ടികൾ പോവുകയാണ്. ഒരു ടീച്ചറിന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഓരോ പോയിന്റിലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അറ്റൻഡൻസ് എടുക്കും, ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് എടുക്കും, അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോഴും നമ്മൾ അറ്റൻഡൻസ് എടുക്കും. നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നത് നിങ്ങൾ ഒരു സയൻസ് ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഫീൽഡ് ട്രിപ്പ് അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എന്താ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കയ്യിൽ കരുതണം. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണമെന്ന് നമ്മൾ പറയുമല്ലേ, അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്. ടേക്ക് എസെൻഷ്യൽസ് റിക്വയർഡ് ഫോർ ഫീൽഡ് ട്രിപ്പ്. ദ സ്റ്റുഡൻസ് ഷുഡ് ഹാവ് ഡയറി, പെൻ ടു റെക്കോർഡ് ദി ഒബ്സർവേഷൻസ് മെയ്ഡ് ഇൻ ദ ഫീൽഡ് ട്രിപ്പ്. അതൊക്കെ വെൽ ഇൻ അഡ്വാൻസ് നമ്മൾ കുട്ടികളോട് പറയണം. നിങ്ങളുടെ കയ്യിൽ ഒരു ഡയറി വേണം, പെൻ വേണം. പിന്നെ അത്യാവശ്യത്തിന് അവർ സ്വന്തമായിട്ട് കഴിക്കണ എന്തെങ്കിലും മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതണം. ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ സ്വന്തമായിട്ട് കരുതാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ബസ്സിൽ വരണ ടീച്ചറിന് കരുതാം. അങ്ങനെ അതർ റിസോഴ്സസ് ലൈക്ക് ക്യാമറ, മണി, ക്ലോത്തിങ് ആർ ടു ബി പ്ലാൻഡ്. അതേപോലെ തന്നെ നമ്മൾ പോകുന്ന ഫീൽഡ് ട്രിപ്പ് വാട്ടറിലെല്ലാം ഇറങ്ങാനുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരാനായിട്ടുള്ള ഒരു മുൻപ് തന്നെ അവർക്ക് അതിനുള്ള ഡയറക്ഷൻസ് കൊടുക്കണം. ഇത് നമുക്കൊരു പിക്ചർ കാണാം. ഒരു നേച്ചർ ഇൻ ടു എ നാച്ചുറൽ സെറ്റിംഗ്. ഒരു ലേക്കിൻ്റെ സൈഡിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് എവിടെയാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം നമുക്ക് മുൻപ് തന്നെ അവർക്കൊരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അടുത്ത പിക്ചറിൽ കാണിച്ചേക്കണേ ടു ഡിസ്റ്റൻറ്റ് മെഡോസ്. അപ്പോൾ മൗണ്ടൻ റീജിയനിലായിരിക്കാം, ഹില്ലി ഏരിയയിലായിരിക്കാം നമ്മൾ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഹില്ലി ഏരിയയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അട്ടയുടെ ശല്യമൊക്കെ ഉള്ള തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ അട്ടയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ അല്ലേ. അപ്പോൾ അത് കടിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യണം, മഞ്ഞപ്പൊടി ഉപ്പും അവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കരുതാം. അങ്ങനെ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അതനുസരിച്ചൊരു സ്പെഷ്യൽ പ്രിക്കോഷൻസും നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത് ഫിഷിംഗ് ഔട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ലേക്കിലാണ്, ലേക്കിൽ നിന്ന് ഫിഷിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കയ്യിൽ കരുതാം. അടുത്ത പിക്ചറിൽ ഇൻഡസ്ട്രിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഗ്ലൗസ് കരുതേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് മാസ്ക് വെയർ ചെയ്യേണ്ടി വരും. അതെല്ലാം കയ്യിൽ കരുതണം. ഷീൽഡ് വേണ്ടി വരും. അപ്പോൾ എന്തെല്ലാമാണ് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയിലാണ് പോകുന്നതെന്ന് അനുസരിച്ചായിരിക്കും അതെല്ലാം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പ്രൊക്യൂർ ചെയ്തായിരിക്കും അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മണി കയ്യിൽ അതിന് വേണ്ട ക്യാഷ് കരുതണം. കാര്യങ്ങൾ ഏത് സ്ഥലത്താണ് പോകുന്നത് അനുസരിച്ച് നമ്മൾ മുൻകൂർ പ്ലാൻ ചെയ്യണം. അടുത്ത ഫീൽഡ് ട്രിപ്പ് ടു എ ഫോറസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഉള്ളത് ഞാനിതിൽ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഹില്ലി ഏരിയയിലാവാം, ഫോറസ്റ്റിലാവാം, ലേക്ക് സൈഡ് ആവാം, അങ്ങനെ ഏതാണെങ്കിലും ഫീൽഡ് ട്രിപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ ആവാം. അതെല്ലാം നമ്മളുടെ സ്റ്റഡി ആ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് നമുക്ക് ഫീൽഡ് ട്രിപ്പ് തിരഞ്ഞെടുക്കാം. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് മ്യൂസിയമാണ്. മ്യൂസിയത്തിലാവുമ്പോൾ നമുക്ക് അതിലും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം, കുട്ടികൾ എന്തെല്ലാം ഡയറിയിൽ എഴുതിയെടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം, അവർക്ക് ഡയറക്ഷനും കൊടുക്കാം. ഈ സ്ലൈഡിൽ കാണിച്ചിട്ട് ടു ദ വുഡ്സ്. അപ്പോൾ അവിടെ നമുക്ക്
റെസ്റ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ചെയർസ് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ക്ലോത്ത് എടുത്തിട്ട് പോകാം, വിരിച്ചിരുന്ന് എന്തെങ്കിലും ഗെയിമെല്ലാം അവിടെ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോകാം. അങ്ങനെ പലതും നമ്മൾ പോകുന്ന സ്ഥലം തീരുമാനിച്ചതിന് ശേഷം നമുക്ക് അതനുസരിച്ച് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. ഈ പിക്ചറിൽ ടു എ ഫാമാണ് കാണിച്ചിരിക്കുന്നത്. ഫാം തന്നെ പല രീതിയിലുള്ളതാവാം അല്ലേ. ലൈഫ് സ്റ്റോക്ക് ഉള്ള ഏരിയ ആവാം, അത് ഏത് അനിമൽസിനെ കുറിച്ചാണ് അവർ പഠിക്കുന്നത് അതനുസരിച്ചാവാം. പിന്നെ ഫാം ഹൗസിൽ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ആണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അനിമൽസിനെയോ ബേർഡ്സിനെയോ ഒന്നും നമ്മൾ ഒരിക്കലും ഹാം ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള ക്ലാസ്സും കുട്ടികൾക്ക് നേരത്തെ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാം. അടുത്ത സ്ലൈഡിൽ സൂ ആണ് കാണിച്ചിരിക്കുന്നത്. സൂവിലായാലും എന്തെല്ലാം കെയർ എടുക്കണം നമ്മൾ എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വെൽ ഇൻ അഡ്വാൻസ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് നോക്കാം. ഫീൽഡ് ട്രിപ്പ് എൻറിച്ചസ് ദ ക്ലാസ് റൂം ലേണിംഗ്, അത് എൻറിച്ച് ചെയ്യും. നമുക്കറിയാം ഫീൽഡ് ട്രിപ്പ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ലേണേഴ്സ് ടു ഗെറ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ നാച്ചുറൽ സെറ്റിങ്സിൽ അവർക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഫീൽഡ് ട്രിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഒരു ബോർഡൺ ഉണ്ടാവില്ല കുട്ടിക്ക് അല്ലേ. ദ മൊണോട്ടണി ആൻഡ് ബോർഡൺ ഓഫ് ക്ലാസ് റൂം ടീച്ചിങ് ഈസ് എലിമിനേറ്റഡ് ത്രൂ ഫീൽഡ് ട്രിപ്പ്. ഇപ്പം നിങ്ങൾക്കറിയാം കുട്ടികളോട് നമുക്കൊരു ഫീൽഡ് ട്രിപ്പിന് പോകാമെന്ന് പറയുമ്പോൾ അവരുടെ എൻത്യൂസിയാസം സന്തോഷമൊക്കെ വേറെ ആയിരിക്കും അല്ലേ. കാരണം ആ ക്ലാസ്സിലിരുന്ന് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാലല്ലേ ആ ബോർഡൺ മാറാനായിട്ട് ഫീൽഡ് ട്രിപ്പ് വളരെ ഏറെ ഹെൽപ്പ് ചെയ്യും. Field trip gives natural stimulation and motivate the learner to be more interactive and creative. അവർ പെട്ടെന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് വേയിൽ തിങ്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഫീൽഡ് ട്രിപ്പ് ഹെൽപ്പ് ചെയ്യും. And then field trip help learners learn things very quickly and remember them for longer time. അവരത് ഫസ്റ്റ് ഹാൻഡ് നോളജ് കിട്ടുന്നു. നാച്ചുറൽ സെറ്റിങ്ങിൽ കിട്ടുമ്പോൾ കൂടുതൽ നേരം ഓർത്തിരിക്കാനായിട്ട് അത് ഓരോ പഠിക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടും അതിനെ ഫീൽ ചെയ്തും അറിയുന്ന കാര്യങ്ങൾ കുറേ നാൾ റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ, മനസ്സിലായി. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സോൾവ് ദ ഇൻഡിവിജ്വൽസ് പ്രോബ്ലം ബൈ ഇൻട്രാക്ടിങ് വിത്ത് എ ഗ്രൂപ്പ് ഇൻ എ നാച്ചുറൽ സെറ്റിംഗ്. ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ ഒരു ഫീൽഡ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം കുട്ടികൾ കുറച്ചുകൂടി അവർ തിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും അല്ലേ. അതായത് ഡേ ആൻഡ് നൈറ്റ് അവർ ഒന്നിച്ചായിരിക്കും, എല്ലാ ആക്ടിവിറ്റീസിലും അവർ ഒന്നിച്ചായിരിക്കും. അങ്ങനെ കുട്ടികളുടെ ആ ഒരു ബോണ്ട് കൂട്ടാനായിട്ടും ഫീൽഡ് ട്രിപ്പ് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഇഫ് ദ ഫീൽഡ് ട്രിപ്പ് ഈസ് നോട്ട് പ്ലാൻഡ് വെൽ വിത്ത് സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ വേസ്റ്റേജ് ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് പോകാൻ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് ഒരു വിസിറ്റ്, അവരുടെ ആ വർഷത്തെ സിലബസിൽ ഇൻഡസ്ട്രിയിൽ ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാനില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്ലാൻ ചെയ്തല്ല ഒരു ഫീൽഡ് ട്രിപ്പ് നമ്മൾ നടത്തുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടായിരിക്കില്ല അല്ലേ. ഫീൽഡ് ട്രിപ്സ് ആർ എക്സ്പെൻസീവ് ആണ്. അതിന് എക്സ്ട്രാ മണി കുട്ടികൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അതുകൊണ്ട് അത് എക്സ്പെൻസീവ് ആണ്. കാരണം ട്രാൻസ്പോർട്ടിന് പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ യൂസ് ചെയ്യാനുള്ള മണിയെല്ലാം വേണ്ടി വരും. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ റിയൽ കൺസേൺ. ടീച്ചറുടെ കയ്യിലാണ് എല്ലാ കുട്ടികളുടെയും സേഫ്റ്റി. അതേപോലെ തന്നെ അവർ വളരെ സേഫും സെക്യൂറായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഡ്യൂട്ടിയും ടീച്ചർക്കുള്ളതാണ് അല്ലേ. ഇഫ് ദ സോട്ട് പെർമിഷൻ ഈസ് നോട്ട് ഗോട്ട് ദ ഷെഡ്യൂൾ പ്ലാൻ ഓഫ് ദ കരിക്കുലം സഫേഴ്സ്. ഇപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല നമ്മുടെ അതോറിറ്റി സ്കൂളിൽ നിന്ന്, അതായത് നമ്മൾ എവിടെ പോകുന്നു അവിടെ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് പേരൻസ് തന്നെ കൺസെൻറ്റ് തന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതൊരു നമ്മുടെ കരിക്കുലത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡ് ട്രിപ്പിന് അഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്നാൽ തന്നെയും അഡ്വാൻറ്റേജസ് വെച്ച് നോക്കുമ്പോൾ ഡിസഡ്വാൻറ്റേജസിൻ്റെ നമ്പർ വളരെ കുറവാണ്. അപ്പോൾ ഫീൽഡ് ട്രിപ്പ് ഒരു ലേണിംഗ് റിസോഴ്സായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്, അത് എക്സ്പെഷ്യലി ഇൻ ദ സയൻസ് സബ്ജക്റ്റിൻ്റെ കേസിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഫീൽഡ് ട്രിപ്പ് ഈസി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി ഇതിൽ ഡൗട്ട് വരേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങളൊരു സയൻസ് ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഫീൽഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഫീൽഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം, അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതെല്ലാമാണ്. അപ്പോൾ ആക്ച്വലി ഫീൽഡ് ട്രിപ്പ് ചിലപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചിലപ്പോൾ വരാറുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് റിസോഴ്സസ് അതിൻ്റെ കീഴിലുള്ള ചിലപ്പോൾ പോയിൻറ്റ്സ് എസ് ആയിട്ട് വാട്ട് ആർ ദ ലേണിംഗ് റിസോഴ്സസ് എസ് ആയിട്ട് വരാറുണ്ട്. ഫീൽഡ് ട്രിപ്പ് മാത്രമായിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ആൻസർ 2 മാർക്സിൻ്റെയോ 4 മാർക്സിൻ്റെയോ ക്വസ്റ്റ്യനായിട്ടാണ് വരാറുള്ളത്.